ചേട്ടാ, ഇക്കഴിഞ്ഞ ദിവസമാണ് കുടകിൽ ട്രക്കിങ്ങിന് പോയതിനു ശേഷം കോഴിക്കോട് സ്വദേശിയായ ശരണ്യെ കാണാതാകുന്നത്. പിന്നീട് 4 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ശരണ്യെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ശരണ്യയുടെ വാർത്തകളിൽ മൊത്തം നിറയുന്ന കമന്റാണ് ഈ പെൺകുട്ടി വൈറലാവാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണിതെന്ന്. എന്താണ് ഇതേപ്പറ്റിയുള്ള അഭിപ്രായം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമായിരുന്നു ഈ പെൺകുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം കേരളം മനുഷ്യത്വത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഒരു മനുഷ്യജീവൻ അതിൻ്റേതായ വില കൽപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. കാരണം അങ്ങനെയാണ് നമ്മളുടെ ഒരു സാമൂഹ്യ രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ശരണ്യ GS എന്ന് പറയുന്ന 36 വയസ്സുകാരിയായ യുവതിയെ ഈ കുടകിലെ വനമേഖലയിൽ കാണാതായി എന്നുള്ളൊരു വാർത്ത വരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് ഇവർ ട്രക്കിങ്ങിനായിട്ട് കുടകിലെത്തുന്നത്. അവിടെ പിന്നീട് കാണാതാകുന്നു. ഏകദേശം 4 ദിവസത്തോളം തീവ്രമായ രക്ഷാപ്രവർത്തന ദൗത്യമാണ് കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ ഇന്നലെയാണ്, അതായത് ഈസ്റ്റർ ദിനത്തിലാണ് ഈ പെൺകുട്ടിയെ 4 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഈ കുടകിലെ ഈ തടിയൻ്റെ മോൾ വനപ്രദേശത്ത് നിന്ന് കണ്ടെത്തുന്നത്. ഇത് കർണാടകത്തിലെ ഏറ്റവും ഉയരമുള്ള 3ാമത്തെ കൊടുമുടിയാണ് തടിയൻ്റെ മോൾ എന്ന് പറയുന്ന ഈ കൊടുമുടി. ഇതിലേക്കുള്ള ട്രക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെയൊക്കെ ഒരാഗ്രഹമാണ്, ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ. ഈ ശരണ്യയെ സംബന്ധിച്ച് ശരണ്യ കൊച്ചിയിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് കോഴിക്കോട് നാദാപുരം ഈയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പെൺകുട്ടി കഴിഞ്ഞ 2 മാസമായിട്ട് നാദാപുരത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ യാത്രകൾ പോകും, ഒറ്റയ്ക്ക് യാത്രകൾ പോകുന്ന ഒരാളാണ്. അങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ വല്ലപ്പോഴുമേ പോകാറുള്ളൂ. അതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കാതെയാണ് തടിയൻ്റെ മുകളിലേക്കുള്ള ട്രക്കിങ്ങിനായിട്ട് ഈ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ യാവകപ്പാടിയിലെ ഒരു ഹോം സ്റ്റേയിൽ ഇവരൊരു താമസം തരപ്പെടുത്തുന്നു. അങ്ങനെ തനിയെ ഈ തടിയൻ്റെ മോൾ മലയിലേക്കുള്ള ട്രക്കിംഗ് ആയിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ ഈ പ്രദേശത്ത് ആനയും അതുപോലെ തന്നെ പുള്ളിപ്പുലികളുടെയും സാന്നിധ്യമുണ്ട്. അങ്ങനെ ഈ ഹോം സ്റ്റേ ജീവനക്കാർ തന്നെ ഇവരെ ആ തനിച്ച് മല കയറുക എന്ന ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. ഇവരെ ഒരു 12 അംഗ സംഘത്തിനൊപ്പം ശരണ്യെ പിറ്റേ ദിവസം, അതായത് ഈ തലേദിവസം വരുന്നു ഏപ്രിൽ 2-ാം തീയതി പുലർച്ചെ ഇവർ ഈ 12 അംഗ സംഘത്തോടൊപ്പം മല കയറുന്നു. ഈ മലയെന്ന് പറയുന്നത് ചെങ്കുത്തായ മലയാണ്. നമ്മൾ പറഞ്ഞ പോലെ കർണാടകത്തിലെ ഏറ്റവും ഉയരമുള്ള 3ാമത്തെ കൊടുമുടിയാണ്. ഏകദേശം 1738 അടി ഉയരമാണ് ഈ താഴെ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ഇതിൻ്റെ ഉച്ചിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ പൊക്കത്തേക്ക് ഇവർ ട്രക്ക് ചെയ്ത് ഒരുമിച്ച് കയറുന്നു. എന്നാൽ പരസ്പരം ഒരു അറിയില്ലാത്ത ആളുകളാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പരിചയം ഈ ട്രക്കിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരണ്യ ഒറ്റയ്ക്കാണ് മല കയറുന്നത്, ഇവരിൽ നിന്ന് കുറച്ചകന്ന്. അങ്ങനെ ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇവർ മല ഇറങ്ങുമ്പോൾ ഈ ശരണ്യ ഒരു നായയെ കളിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ശരണ്യ അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ ഇവരിങ്ങനെ മല ഇറങ്ങി പോരുകയും ചെയ്തു. പിന്നീടാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നതായിട്ട് ഈ പെൺകുട്ടി ഈ ഹോം സ്റ്റേയിലേക്ക് താനിവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, തനിക്ക് തിരിച്ചിറങ്ങാനുള്ള വഴി അറിയില്ല എന്ന് ഹോം സ്റ്റേയിലേക്ക് ഒരു വിവരം കൈമാറുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രാദേശികമായിട്ട് ഒരു തിരച്ചിൽ നടക്കുന്നത്. അവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഈ ഗോത്ര വിഭാഗങ്ങളുണ്ട് കാടുകളിൽ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ നടക്കുന്നത്. അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു, പോലീസ് കേസെടുക്കുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇവരുടെ അവസാനത്തെ ടവർ ലൊക്കേഷൻ ഇരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്തുള്ള വനമേഖലയിലാണ്. അപ്പോൾ കർണാടകത്തിൽ നിന്നുള്ള അവർ തന്നെ വിചാരിച്ചു ഈ പെൺകുട്ടി കേരളത്തിൻ്റെ ഭാഗത്തേക്കുള്ള വനമേഖലയിലൂടെ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കയറിപ്പോയിരിക്കാമെന്നൊരു വിചാരത്തിൽ അവർ ആ രക്ഷാപ്രവർത്തനം മന്ദീഭവിപ്പിച്ചു. അങ്ങനെ പിന്നീട് ശരണ്യയുടെ വീട്ടിലേക്ക് ഇവരും പോകുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടി അങ്ങോട്ടേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കൂടുതൽ ആളെ കൂട്ടിക്കൊണ്ടുള്ളൊരു രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നത്. അങ്ങനെ ഏകദേശം 100ഓളം പേർ 9 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ഈ മലയുടെ മുകളിലേക്ക് രക്ഷാപ്രവർത്തനമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4 ദിവസത്തോളം ആ സ്ത്രീ അവിടെ ഒറ്റപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവർ അഭയം കണ്ടെത്തിയ സ്ഥലമെന്ന് പറയുന്നത് കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു ഉയർന്ന പാറക്കെട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഒരുപാട് അങ്ങോട്ടേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ഈ ആനകൾ സ്ഥിരമായിട്ട് അരുവിയിലേക്ക് വെള്ളം കുടിക്കാനൊക്കെ എത്താറുണ്ട്. അങ്ങനെയുള്ള ആനകളൊക്കെ എത്താതിരുന്നത് കൊണ്ടാണ് ഈ പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ രക്ഷപ്പെടാനുള്ള കാരണമെന്നാണ് പറയുന്നത്. കാരണം അത്രയധികം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്, കാടാണ്. അപ്പോൾ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് ട്രക്കിങ്ങിന് പോയി 4 ദിവസത്തോളം അവിടെ ചിലവഴിച്ചതിന് ശേഷം അവിടെ ഒറ്റപ്പെട്ട് പോയിട്ട് തിരികെ വരിക എന്ന് പറയുന്ന ഒരു അതിജീവനം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ശരണ്യയെ ആഘോഷിക്കുകയാണ്. കാരണം ഒരു പെൺകുട്ടിയെ തനിച്ചൊരു ട്രക്കിങ്ങിന് പോകുന്നു, അവിടെ നിന്ന് 4 ദിവസത്തോളം കാട്ടിൽ ഒറ്റപ്പെടുന്നു, അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഒരു പുനർജീവനാണ്. ആ ഒരു രീതിയിൽ അത് വളരെയധികം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ തെറ്റായ രീതിയിലുള്ള സന്ദേശം കൂടി പകരാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
കാരണമാകുന്നു. കാരണം 2022 ഫെബ്രുവരിയിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ ബാബു എന്ന് പറയുന്ന ഒരു 23 വയസ്സുകാരൻ ചേറാട് സ്വദേശിയാണ്. ഇയാൾ മലമ്പുഴയിലെ കുറുമ്പാച്ചി മലയിൽ 3 സുഹൃത്തുക്കളോടൊപ്പം കയറാൻ പോയി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരോടൊപ്പം എന്തെങ്കിലും പന്തയം വെച്ച് പോയതായിരിക്കാം. അങ്ങനെ പാതി വഴിയിൽ ഈ 2 കൂട്ടുകാർ ഈ ഉദ്യമം ഉപേക്ഷിച്ചു. എന്നാൽ ബാബു പിന്മാറാൻ തയ്യാറായില്ല. ഇയാൾ നേരെ ഇതിൻ്റെ പൊക്കത്തേക്ക് കയറുന്നു. ഈ ബേസിൽ നിന്ന് കുറച്ച് ദൂരം സാധാരണ രീതിയിലുള്ള ഒരു ട്രക്കിംഗ് ആയിരിക്കും. എന്നാൽ പിന്നീട് കുത്തനെയുള്ള ഒരു സർഫേസ് വരുമ്പോൾ അവിടെ പോവുക ദുഷ്കരമായിരിക്കും. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്ന ബാബു അവിടെ കുടുങ്ങിപ്പോയി. ആ ഒരു സംഭവം കേരളത്തിലെ ആകെ വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം ഈ ബാബുവിനെ രക്ഷിക്കുക എന്നൊരു ദൗത്യം കേരളമാകെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന് കണ്ട ഒരു സംഭവമായിരുന്നു. ഏകദേശം അന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തത്സമയം ഈ കുറുമ്പാച്ചി മലയുടെ ചുറ്റും തമ്പടിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ഉണ്ടായി. അതിന് NDRF ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തനം ഒരു ഫലപ്രദമല്ല എന്ന് കണ്ട് പിന്നീട് NDRFിൻ്റെ സേവനം ആവശ്യപ്പെടുന്നു. NDRFിന് ശേഷം കോസ്റ്റൽ ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ വരുന്നു. ഇന്ത്യൻ ആർമി സംഭവത്തിൽ ഇടപെടുന്നു. അങ്ങനെ ഒരു വലിയൊരു രക്ഷാദൗത്യം പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യമായിരുന്നു കുറുമ്പാച്ചി മലയിൽ ബാബുവിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ ഇയാളെ രക്ഷപ്പെടുത്തുന്നു. ഏകദേശം 50 ലക്ഷത്തോളം രൂപ അന്ന് സംസ്ഥാന ഖജനാവിന് ഇയാളെ രക്ഷപ്പെടുത്തിയതിലൂടെ നഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പാലക്കാട് ജില്ലാ കളക്ടർ അതിന് അപവാദമായിട്ട് ഏകദേശം 17,000 രൂപ മാത്രമാണ് പൊതുഖജനാവിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെലവഴിച്ചതെന്നുള്ളൊരു മറുവാദവുമായിട്ട് എത്തിയിരുന്നു. എന്തായാലും അന്ന് ബാബുവിന് വീട് വെച്ച് കൊടുക്കാനുള്ള സഹായ വാഗ്ദാനവുമായിട്ട് VK ശ്രീകണ്ഠൻ MP, പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത് തെറ്റായൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു. കാരണം ബാബുവിൻ്റെ പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് ഇപ്പുറം ഇയാൾ മദ്യപിച്ച് ഉമ്മയോട് വഴക്കിടുന്നു, ഒരു സംഘം പിടിച്ച് കെട്ടിയിടുന്നു, അവിടെ കിടന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ ഇയാൾ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണമുണ്ട്. ഇയാളെ രക്ഷപ്പെടുത്തേണ്ടായിരുന്നു എന്ന് വരെ അന്ന് പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ദൗർഭാഗ്യകരമായിട്ട് ഈ 2022 ഫെബ്രുവരിയിൽ ബാബുവിനെ രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം 2024 ഫെബ്രുവരിയിൽ ബാബുവിൻ്റെ ഉമ്മയും സഹോദരനും പാലക്കാട് തന്നെ ഒരു ട്രെയിൻ തട്ടി മരിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ബാബു ആഘോഷിക്കപ്പെട്ടതുപോലെ മറ്റൊരു ആഘോഷിക്കലായിരുന്നു ഈ ശരണ്യ GS എന്ന് പറയുന്ന വടകര സ്വദേശിക്ക്. ട്രക്കിങ്ങിന് പോകാം. ട്രക്കിംഗ് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. ഓരോരുത്തർക്കും ഓരോ ഹോബികളുണ്ടാകും. കേരളത്തിൽ തന്നെ ഈ ട്രക്കിംഗ് ഒക്കെ നടക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അഗസ്ത്യാർകൂടം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രക്കിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. മകരവിളക്ക് ദിവസം മുതൽ ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസങ്ങളാണ് ഈ അഗസ്ത്യാർകൂടത്തിൽ ട്രക്കിംഗ് നടക്കുന്നത്. ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യൻ്റെ ഹോബി എന്നതിനപ്പുറം വനത്തെ മനസ്സിലാക്കുക എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ ഇത് സംഘടിപ്പിക്കുന്ന വനം വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. കാരണം വനത്തിനുള്ളിലൂടെ പോകുമ്പോൾ ജലം ഉണ്ടാകുന്നത്, നദികൾ ഒരുപാട് ഉത്ഭവിക്കുന്നത് ഈ വനപ്രദേശത്താണ്. അപ്പോൾ ഈ കൊടുമുടികളിൽ നിന്ന് ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വനത്തിലേക്ക് ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതെങ്ങനെയാണ് പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന വനം വകുപ്പൊക്കെ ഇത്തരത്തിലുള്ള ട്രക്കിംഗ് സംവിധാനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ തന്നിഷ്ടപ്രകാരം പോയിട്ട് ഇവിടെ നമ്മുടെ ഒരു നേരത്തെ ഒരു ചിന്തയായിരിക്കാം തനിക്ക് മികച്ചവനാകണം, അല്ലെങ്കിൽ തനിക്കെന്തോ തെളിയിക്കണം എന്നുള്ള രീതിയിൽ ആവശ്യമായ മുൻകരുതലുകളില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറപ്പെടുന്നത് സാഹസമല്ല, മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാത്തിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കപ്പെടും. എന്തായാലും ശരണ്യ GS എന്ന് പറയുന്ന വടകര സ്വദേശിനി വീട്ടിൽ തിരിച്ചെത്തി. അത് വലിയ വാർത്തയാണ്. കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. അതെ, അങ്ങനെയൊക്കെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി പോരാടാൻ, പാകിസ്ഥാനെതിരെ പോരാടാൻ വേണ്ടി മലമുകളിലേക്ക് കയറിപ്പോയതല്ല. അവരുടെ തന്നിഷ്ടപ്രകാരം പോയൊരു സ്ഥലത്ത് അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പം മലയിറങ്ങേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ആ മലയെന്ന് പറയുന്നത് വിജനമായൊരു പ്രദേശമാണ്. നമ്മൾ പറഞ്ഞതുപോലെ കാട്ടാനയും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ തിരിച്ചിറങ്ങാൻ പറ്റാതെ അവിടെ കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ധൈര്യമല്ല, മറിച്ച് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ശരണ്യ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആരും പോകാതിരിക്കട്ടെ, വൈറലാകാൻ വേണ്ടി. ഇതിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് സമാനമായ രീതിയിൽ പർവ്വതാരോഹകർ ഈ കേരളത്തിലെയും കർണാടകത്തിലെയും കൊടുമുടികൾ കീഴടക്കിയവരല്ല. ഇപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് എവറസ്റ്റിലേക്ക് ഒരു പർവ്വതാരോഹകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് ഹസൻ എന്നാണ്. നമ്മുടെ പത്തനംതിട്ട സ്വദേശിയാണ്. അദ്ദേഹം എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ നിന്ന് എവറസ്റ്റിലേക്ക് പർവ്വതാരോഹകനായി പോവുകയുണ്ടായി. അദ്ദേഹത്തിന് ആ യാത്ര പൂർത്തീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം അടക്കം പറയുന്നത്
ഈ ശരണ്യയുടെ വാദത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. കാരണം വനത്തിൽ ഒറ്റപ്പെട്ടാൽ, അതും ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടാൽ, ആരായാലും സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ വനത്തിൽ ഒറ്റപ്പെട്ടാൽ അവരാദ്യം അതിജീവനത്തിനായിട്ടുള്ളൊരു വഴി തേടും. കാരണം രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ വനത്തിൽ എന്തുമാത്രം അപകടം ഉണ്ടായിരിക്കുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരിക്കും ഒരു സാമാന്യ യുക്തിയുള്ളവർ ചിന്തിക്കുന്നത്. എന്നാൽ ശരണ്യ 4 ദിവസത്തോളം തന്നെ തേടി രക്ഷാപ്രവർത്തകർ എത്തുമെന്നൊരു വിശ്വാസത്തിൽ 4 ദിവസത്തോളം കൊടുങ്കാട്ടിൽ ഡ്രോണുകൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ആ ഡ്രോൺ പറന്നെത്താൻ സാധ്യതയുള്ള തുറസായ സ്ഥലത്തേക്ക് മാറിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലെവിടേക്കോ അല്പം പൊരുത്തക്കേടുകളുണ്ടോ എന്ന് നമുക്കും തോന്നുന്ന രീതിയിലാണ്. എന്തായാലും ശരണ്യ ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഏകദേശം 100ഓളം വരുന്ന സംഘമാണ്. ഇതിനും വലിയ പണച്ചിലവും ഒക്കെയുള്ള ദൗത്യമാണ്. കാരണം കർണാടക സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ് അവിടെ. കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിരന്തരം ഫോണിലൂടെ ഇവർക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നു, രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് പറയുന്നു. കേരളത്തിൽ KC വേണുഗോപാൽ സിദ്ധരാമയ്യയുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് പറയുന്നു. അങ്ങനെ നിരന്തരം രാഷ്ട്രീയ തലത്തിലൊക്കെ ഇടപെടൽ നടത്തിയതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. എന്ത് വലിയ പ്രശ്നമാണെന്ന് നോക്കുക. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ച് വിരാജ്പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ കാക്കബേ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഈ പെൺകുട്ടിയെ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് 2 കർണാടക വനം വകുപ്പിലെ 2 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരാണ് ഈ പെൺകുട്ടിയെ അനുഗമിച്ചുകൊണ്ട് വടകരയിലെ വീട്ടിൽ കൊണ്ട് ആക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഭാരിച്ച ചിലവാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ട്രക്കിംഗ് നടത്തുക, അതിലൂടെ വനത്തെ അറിയുക, പരിസ്ഥിതിയെ അറിയുക എന്നാണ് ട്രക്കിങ്ങിൻ്റെ പ്രഥമ ലക്ഷ്യം. അല്ലാതെ സ്വയം ധൈര്യം കാണിച്ച് ഇത്തരത്തിലുള്ള മണ്ടത്തരത്തിലേക്ക് ആരും പോകാതിരിക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. ശരി.